ആദരണീയനായ കബീർ മൗലവി, അഭിനന്ദ പിതാവെ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇഫ്താർ സംഗമത്തിൽ എൻ്റെ പ്രാർത്ഥനകളും ഭാവുകളും നേരുന്നു. പ്രത്യേകിച്ച് ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ഹൈന്ദവ സഹോദരങ്ങളുടെ പേരിൽ, ക്രൈസ്തവ സഹോദരങ്ങളുടെ പേരിൽ, എല്ലാ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടയിൽ ഈ കുടക്കീഴിലുള്ള എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഉപവാസത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, നന്മയുടെ എല്ലാ ഭാവുകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയാണ്. രണ്ടുപേരെന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം മുഴുവൻ കിട്ടണേ കുറച്ച് കൂടുതൽ പാടില്ല വരും. കുഴപ്പമില്ല അല്ലേ? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി കാനന ചോല കുണുങ്ങിയോടി, കാണില്ല കാണില്ലെന്നോതിയോതി കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം, വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ തിരിഞ്ഞു, അവിടെയാണീശ്വരന്റെ വാസം. സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം. സുദീർഘമായ സംസാരത്തിൻ്റെ വേദിയല്ല, മാത്രമല്ല ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളെക്കാൾ അർത്ഥവ്യാപ്തിയുള്ള ആശയസമ്പുഷ്ടമായ ഒരു ഒത്തുചേരലാണ്. ദേശ, ഭാഷ, വർഗ വൈജാത്യങ്ങൾക്കപ്പുറം, മതങ്ങൾക്കപ്പുറം സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, പരസ്പര ആദരവോടുകൂടി നമുക്കിങ്ങനെ ചേർന്നിരിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഈ കാരുഷ്യത്തിൻ്റെ കാലത്തെ ഏറ്റവും വലിയ സ്നേഹ സന്ദേശം. നമുക്കതിന് സാധിക്കുന്നത് ഇതുപോലെ വേദി ഒരുക്കുവാനും ഇതേപോലെ വേദിയിൽ സംഗമിക്കുവാനും നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മതം ഏതാണെങ്കിലും മനുഷ്യരാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായ മുഖലാവണ്യമോ മനോഹരമായ ചമൽക്കാരങ്ങളോ അതിനെല്ലാം അപ്പുറം അപരനെ സ്നേഹിക്കാൻ കഴിയുന്ന, ആദരിക്കാൻ കഴിയുന്ന, ബഹുമാനിക്കാൻ കഴിയുന്ന, അവനോട് ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനായി മാറുക. അങ്ങനെ ഒരു മനുഷ്യനായി മാറുക എന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൗത്യമെന്ന് നാം മനസ്സിലാക്കുകയാണ്. അതിനുള്ള എല്ലാവിധ സാധ്യതകളും അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ നല്ല ഒരു റോള് ഉണ്ട് എന്ന് അറിയാം. അതിന് ആദ്യമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കട്ടെ. ഇത്രയും ഒരു സമ്പുഷ്ടമായിട്ടുള്ളൊരു സദസ്സ് ഇവിടെ ഒരുക്കി